ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഓണത്തിന് മുല്ലപ്പൂ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. മുല്ലപ്പൂ വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർക്ക് ചെയ്യുന്നത് കണ്ടാവും. അപ്പോൾ ടിഷ്യൂ പേപ്പറോട് കുറച്ച് മുല്ലപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കോർത്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറും വെള്ളവും പച്ച കളർ പെയിൻറ്റും അതുപോലെ ഫെവിക്കോളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ മടക്കി ഏകദേശം ഒരു ഇത്ര പോലെ നീളത്തിൽ രണ്ടായി മൂന്നായിട്ട് അങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ നീളത്തിൽ നിന്ന് മടക്കിയെടുത്ത് 2-3 വട്ടം ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം രണ്ടറ്റത്തും ഇങ്ങനെ ഒരു കോർണർ ഒരു ട്രയാങ്കിളിൻ്റെ അറ്റം പോലെ അങ്ങനെ ഒന്ന് കൂർപ്പിച്ചെടുക്കണം. രണ്ടറ്റത്തും ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നിവർത്തുമ്പോൾ തന്നെ കുറേ ലെയേഴ്സായിട്ട് കിട്ടും. അപ്പോൾ ഒരു 3 ഇങ്ങനത്തെ ഇത് വരുന്ന രീതിയിൽ നമ്മൾ 3-4 എണ്ണത്തിൻ്റെ ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഞാൻ നിർത്തി കാണിച്ചു തരാം. ഇതിങ്ങനെ നിർത്തിയെടുക്കുമ്പോൾ കുറേ ലെയേഴ്സായിട്ട് ഇങ്ങനെ കിട്ടും. കാരണം നമ്മളൊരുപാട് 2-3 അട്ടിയായിട്ടല്ലേ മടക്കിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കിട്ടും. അതിനുശേഷം ഇങ്ങനെ ഒരു 3-4 വീതം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന് നടുഭാഗത്ത് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചുരുട്ടി വെച്ചാൽ വെറുതെ നിൽക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഗമ്മ വെച്ച് ഒട്ടിക്കുകയും വേണം. പിന്നെ ഒരു പച്ച കളറും വേണ്ടേ അതിൻ്റെ തണ്ടിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്കോളും വെള്ളവും അതുപോലെ തന്നെ പച്ച പെയിൻറ്റും മിക്സ് ആക്കിയിട്ടൊരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ട് അതിങ്ങനെ ഒന്ന് ഇവിടെ അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണങ്ങുമ്പോൾ നല്ല ഒട്ടി നിൽക്കും. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ മൊത്തം പ്രശ്നമുണ്ട്. ഞാനിത് വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഓണം വിഷുവൊക്കെ ആകുമ്പോൾ എല്ലാവരും അധികം ആൾക്കാർ ഇടുന്ന വീഡിയോ ആണ് ഇത്, ടിഷ്യൂ പേപ്പർ വെച്ച് മുല്ലപ്പൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യം കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് ആക്കി വെക്കണം. പക്ഷേ ഇപ്രാവശ്യം ആവശ്യം വന്ന് ഞാൻ മുല്ലപ്പൂ വാങ്ങിക്കാൻ മറന്നു. ഇപ്പോൾ സെറ്റ് സാരിയൊക്കെ കൊടുത്തൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ മുല്ലപ്പൂ ഇല്ലെങ്കിൽ അതൊരു സെറ്റാവില്ല. അതുകൊണ്ട് ഒരു 3 മണിയായി. ഇപ്പോൾ രാത്രി പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയത് 3 മണിയായി. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് റെഡി തോന്നിയത് ഒരു മുല്ലപ്പൂ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ ഇത് പെയിൻറ്റും വെള്ളവും ഫെവിക്കോളും കൂടി ഇതിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കൈക്ക് കുറച്ച് പച്ച കളർ ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് അമർത്തിയെടുത്താൽ ശരിക്കും മുല്ലപ്പൂവിൻ്റെ പോലെ തന്നെ വരും. ഒരു ലൈറ്റ് പച്ച കളറൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എത്ര വലിയ മുല്ലപ്പൂവിൻ്റെ പൂമാല വേണോ അത്രയും ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് കോർത്തെടുക്കണം. ഇത് വേണം സൂചി വെച്ച് കോർക്കുക, അല്ലെങ്കിൽ സാധാരണ നമ്മളിങ്ങനെ മുല്ലപ്പൂ കോർക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ 2-3 ചുറ്റി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കോർത്തെടുക്കുക. അപ്പോൾ ഇത് കോർത്തെടുക്കുന്ന വീഡിയോ ഇല്ല, അതിട്ടിട്ട് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല മുല്ലപ്പൂ നല്ലതെന്ന് ആരും പറയില്ല. നേരെ കണ്ട് ഇപ്പോൾ ഫോട്ടോയിൽ ഒട്ടും പറയില്ല, നേരെ കണ്ടാൽ പിന്നെയും മനസ്സിലാവും. അപ്പോൾ നല്ല അടിപൊളി മുല്ലപ്പൂയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓണത്തിന് ആർക്കും ഉപകാരപ്പെട്ടില്ല, അടുത്ത വിഷുവിന് എന്തായാലും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.